ഹലോ ഗൈസ്, ഇച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണുള്ളത്. കോന്നി ഇക്കോ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോന്നി ആനക്കൂട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഗൈസ്, ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും പേ ആൻഡ് പാർക്കാണ്. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് ഗൈസ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 9 മുതൽ 6 വരെ പ്രവേശനമുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ അഡൽട്ടിന് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റുമാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് ഈ വഴി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കൂറ്റൻ മഹാഗണി കണ്ട് പിന്നൊന്നും നോക്കില്ല, ഒരു പിക്കൊക്കെ അങ്ങെടുത്ത്. ഗൈസ്, അങ്ങനെ നമ്മൾ ആനക്കൂടിൻ്റെ അവിടെ എത്തി. പച്ചയും ചുമലയും പെയിൻ്റ് അടിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ആനക്കൂട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1942 നിർമ്മിച്ചിരിക്കുന്നത്. കമ്പകം എന്ന തടി ഉപയോഗിച്ചാണ്. 6 ആനകൾക്ക് ഒരേ സമയം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിൻ്റെ. 12.65 മീറ്റർ നീളവും 8.6 വീതിയും 7 മീറ്റർ ഉയരവുമാണ് ഈ കൂടിനുള്ളത്. വാരിക്കുഴി വീഴ്ത്തി കാട്ടാനകളെ പിടിച്ചിവിടെ പരിശീലനം നടത്തി വന്നു. എന്നാൽ 1977 ഇങ്ങനെയുള്ള ആനപിടുത്തം ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ആനകൾ കാട്ടിൽ കൂട്ടം തെറ്റി പരിക്കേറ്റതും ആയിട്ടുള്ള ആനകളെയാണ് ഇവിടെ സൃഷ്ടിച്ച് പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആനയെന്ന് പറയുന്നത് കൊച്ചയ്യപ്പന് വന്ന 4 വയസ്സുള്ള ആനയാണ്. കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആനക്കൂടിൻ്റെ പുറകിലായിട്ട് കുട്ടികൾക്കുള്ള പ്രത്യേകതരം പാർക്കുണ്ട്. മുതിർന്നവർ കുട്ടികളുടെ ഉപകരണത്തിൽ കയറാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ പാർക്കെന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുലിയിൽ തീർത്ത ആനയുടെ ശില്പം കാണാൻ വളരെ മനോഹരമായിരുന്നു. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ്. ആ കാണുന്നതാണ് എലിഫൻറ്റ് മ്യൂസിയം. ഗൈസ്, നമ്മൾ അങ്ങനെ എലിഫൻറ്റ് മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ 3 ആനകളാണ് നമ്മളെ എതിരേൽക്കുന്നത്. ഒരു പ്രതിമ ആനയും പിന്നെ 2 ചുവരിലും ഉണ്ട്. പിന്നെ ചുവർ ചിത്രങ്ങളെന്ന് പറയാനില്ല, ഒരു രക്ഷയില്ല, പൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു കൊമ്പനാനയാണ് നമ്മളെ വരവേൽക്കുന്നത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആനയെക്കുറിച്ച് എഴുതിയിട്ടും പിന്നെ കുറേ പിക്ചേഴ്സും ഉണ്ട്. ഇത് ആനയുടെ പരിണാമത്തെക്കുറിച്ചുള്ള ഒരു മിനിയേച്ചറാണ്. പിന്നെയും കുറേയേറെ ആനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. തടി പിടിക്കുന്ന ആനയുടെ പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ ആന, ആഫ്രിക്കൻ ആന എന്ന രീതിയിൽ തരംതിരിച്ച ആനകളെക്കുറിച്ച് വിവരണം കൊടുത്തിട്ടുണ്ട്. പിന്നെയും കുറേ ഫോട്ടോസും പിക്ചേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ച് ആനയെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മൃഗങ്ങളെ ഒന്നാണ് ആന. ആനയുടെ പേരുള്ള കുറേയധികം സ്റ്റാമ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഫോസിലുകളുടെ സ്റ്റാമ്പും ഉണ്ട്. പിന്നെ 2 കൊമ്പനാനകളുടെ പിക്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നാണയങ്ങൾ, ആനകളുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള നാണയങ്ങൾ പണ്ട് കാലത്തെ. അതുപോലെ തന്നെ കുറച്ച് നല്ല നദികളുടെ പിക്കുകൾ. തടിമുറിക്കലിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് മ്യൂസിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷിമൃഗത്തെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്കവിടെ കേൾക്കാൻ സാധിക്കും. അവിടെ ഒരു ചേച്ചി ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം.
ഗൈസ് പിന്നെ ആകർഷിച്ചത് ഈ വലിയ സ്കെൽറ്റനാണ്. ആനയുടെ താടിയിലും തലയോട്ടിയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഈ കാണുന്നതാണ് ആനയുടെ മുട്ടുചിരട്ട. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി അതിൻ്റെ പുറകിലോട്ടുള്ള വഴിയിട്ട് വേണം ആനക്കൂട്ടിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോൾ ഗൈസ് എലിഫൻ്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കൂടെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെയും കയറി. നല്ല മനോഹരമായ ആർട്ടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെറ്റിപ്പട്ടവും മുത്തുക്കുടയൊക്കെ ആയിട്ടുള്ള ഇതും പിന്നെ അതുപോലെ വുഡൻ്റെയും അല്ലാത്ത ടൈപ്പും വെറൈറ്റി ടൈപ്പുകളിലുള്ള ആനകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായത് തന്നെയാണ് കാഴ്ച. കുറച്ചധികം ആർട്ടുകളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ആയിട്ടുള്ള മൂവിയുടെ കുറച്ച് പിക്ചറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആനയുടെ ഈ ശില്പം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.